ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ് ഓഫ് ദ ഹോം ഷെഫ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഒരു മട്ടൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഒരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതിനു മുമ്പ് മട്ടൻ കറി പല രീതിയിൽ വെച്ച് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇത് ഞാനിപ്പോൾ മട്ടൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഗരം മസാല പൊടിച്ചത് ആണ് ചേർത്തിട്ടുള്ളത്. ഗരം മസാലയുടെ ഫ്രഷായിട്ടുള്ള പീസുകളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മി നന്നായിട്ട് മാനേജ് ചെയ്ത് വയ്ക്കാം. അടിപൊളി ഒരു മട്ടൻ കറിയാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 2 കിലോയുടെ മട്ടനാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് ഈ രീതിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ സെപ്പറേറ്റ് കലത്തിൽ വെച്ചിട്ട് കുക്കറിൽ വെക്കാതെ ഡയറക്റ്റ് വേവിക്കുന്ന അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു കറി. ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും അതേ റേഷ്യോയിൽ തന്നെ എടുത്താലും സെയിം നല്ല അടിപൊളി രുചിയാണ്. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. മട്ടൻ കഴുകുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു ചിരവി നന്നായിട്ട് മിക്സ് കഴുകിയെടുത്ത് ഞാൻ ഈ മസാലയെല്ലാം പുരട്ടി വെച്ചത്. ഇനി ആ കുക്കറിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ, നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ അത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഗരം മസാലയുടെ പൊടി മട്ടനിൽ ചേർത്തത് കൊണ്ട് ഇതിലിപ്പോൾ ഞാൻ പട്ട, പെരുംജീരകം, ഗ്രാമ്പ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു 1/2 സ്പൂൺ ഉലുവ മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിലെയും ഞാൻ എല്ലാ മസാലയും കൂടെ പൊടിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് ഡയറക്റ്റ് പട്ട, പെരുംജീരകം അതൊന്നും ചേർക്കുന്നില്ല. ഒരു 3-4 ഏലക്ക മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ പൊടിച്ചതിലും ഏലക്ക ഇട്ടിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒരു ഏകദേശം 1 കിലോ അടുപ്പിച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒരു 3/4 കിലോയോളം വരും. 2 കിലോ ഇറച്ചിക്ക് മട്ടന് വേണ്ടിയിട്ട് ഏകദേശം 3/4 കിലോയോളം ചെറിയ ഉള്ളിയും ഒരു 6-7 പച്ചമുളകും കൂടെ ചേർത്ത് അതാണ് ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്, അതായത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു ഏകദേശം ഓരോ സ്പൂണോളം വെളുത്തുള്ളി കൂടുതലും, ഇഞ്ചി ഒരുപാട് വേണ്ട. ഇഞ്ചി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇഞ്ചി അളവിൽ വെളുത്തുള്ളിയേക്കാളും കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇഞ്ചിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ മുന്നേ നിൽക്കും. വെളുത്തുള്ളി നമുക്ക് എത്ര ഇട്ടാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്നാലും ഓവറാവണ്ട. ഇനി ഇത് വിസിൽ വെക്കാതെ ഈ ഉള്ളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കുക്കറിൻ്റെ അടപ്പടച്ചൊന്ന് വേവിച്ചെടുക്കാം. പക്ഷേ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 2 കിലോ മട്ടന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണിലാണ് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടി, ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്, ഇതൊരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാല പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാലയാണ് ഇത്. അതുകൊണ്ട് അളവിൽ കുറച്ച് ചേർത്താൽ മതി. നല്ല കറിക്ക് നല്ല ടേസ്റ്റുള്ളൊരു ഗരം മസാലയാണ്. അത് ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനത് അങ്ങനെ ഒരു മസാല ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം.
ഒത്തിരി പേര് ഗരം മസാലയുടെ പൊടിയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. വളരെ നല്ല ടേസ്റ്റുള്ള മസാലപ്പൊടിയാണ്. അതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട്, അത് ഇനി നമ്മുടെ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ ഒന്ന് ഡ്രൈ ആയിട്ട്, അത് ഈ തക്കാളി ഇടുമ്പോൾ ഒന്ന് സോഫ്റ്റായി വരും, കരിഞ്ഞു പോവില്ല. മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും കരിഞ്ഞു പോവില്ല. അതിൻ്റെ പച്ചമണം മാറിയ ഉടനെ തന്നെ തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ കുറേശ്ശെയായിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒന്ന് തിളച്ച വെള്ളം കൂടെയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്, ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വീഡിയോ മിസ്സായിപ്പോയി. ഇത് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്ന ടൈം വരെയുള്ള വീഡിയോ ഉള്ളൂ. പക്ഷേ ഇത് ഈ രീതിയിൽ മുളക് പൊടിയായാലും മറ്റ് മസാലപ്പൊടികളെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു മട്ടൻ കറിയാണ്. വെള്ളമെല്ലാം കറക്റ്റ് പാകമാണ്. ഇതിന് ഒരുപാട് കറി വേണം എന്നുള്ളവർക്ക് അല്പം കൂടി ചേർക്കാം. പക്ഷേ ഇതാണ് കറക്റ്റ് ചേർത്തിട്ടുള്ള വെള്ളം. വെന്ത് വരുമ്പോഴത്തേക്കും മട്ടൻ കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോകുമല്ലോ. ഇതിൽ നിന്ന് കുറച്ചുകൂടി വെള്ളത്തിൽ നിന്നും അളവൊന്ന് കുറഞ്ഞ പോലെ വരും. കറിയെല്ലാം കറക്റ്റാണ്, ഇതിൻ്റെ ഗ്രേവിയെല്ലാം കറക്റ്റായിട്ട് വരും. നല്ല അടിപൊളി ഒരു മട്ടൻ കറിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയാണ്, നാടൻ രീതിയിൽ വെക്കുന്നതുകൊണ്ട് കറിവേപ്പിലയാണ്. അൽഹംദുലില്ലാഹ് എൻ്റെ ഈ കറി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.